സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയുമായി സമരപ്പന്തലിൽ കോൺഗ്രസ് BJP നേതാക്കളെത്തി. രമേശ് ചെന്നിത്തല, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കളാണ് ഇന്ന് പിന്തുണയുമായി എത്തിയത്. ആശാ വർക്കേഴ്സിനെ അധിക്ഷേപിച്ച CITU നേതാവ് KN ഗോപിനാഥിന്റെ പരാമർശം CPIM CITU നേതാക്കൾ തള്ളി. സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയേറുന്നു. സമരങ്ങളോട് പുച്ഛമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെന്ന് വീണ്ടും സമരപന്തലിലെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 23ാമത്തെ ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചൊരു ചർച്ച ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ്. ടാർപ്പാളിയും പൊളിച്ചു കഴിഞ്ഞാൽ സമരം ഇല്ലാതാകുമെന്ന് വിളിച്ച വിഡ്ഢികളാണ് അധികാരത്തിൽ വിട്ടിരിക്കുന്നത്. ടി സിദ്ദിഖ് MLAയും പിന്തുണയുമായി സമരപന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുറമെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നേതാക്കളായ PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരും സമരപന്തലിൽ എത്തി. കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട പേര് ആശാ വർക്കർമാരുടേതാണ്. അതുകൊണ്ട് അവർക്ക് മുത്തം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. കേരളം ഒറ്റക്കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്. ആശാ വർക്കേഴ്സിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിനെ തള്ളി കേന്ദ്ര നേതൃത്വം രംഗത്തെത്തി. സമരം ചെയ്യുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ബഹുമാനത്തോടു കൂടിയിട്ടല്ലാതെ ആരോടും വാക്കുകൾ ഉപയോഗിക്കുന്ന CITUവിന്റെ നയമല്ല. അങ്ങനെയുള്ള സമീപനം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. സമരങ്ങളോട് നല്ല വാക്കുകൾ കൊണ്ട് പ്രതികരിക്കണമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം.